Hi, good morning, my dears. How are you? Are you fine? Okay, today we want to take our last lesson, that is 8th lesson, Introduction to Internet. All of you take page number 87, Introduction to Internet. Then listen. Internet. We know about Internet. It is an integral part in our life. Without Internet, we cannot live. That's the situation, and Internet plays an important role in our daily life, even for our studies, for our shopping, for transactions, and all in all, we use this, and for communications, all in all fields, we use this Internet, isn't it? Okay, and listen. Internet is an informal term for an international communication network of computers. It connects millions of computers. Internet millions of computers connect ചെയ്യുന്നുണ്ട് അല്ലേ? About 200 countries are linked in the exchange of data. About 200 countries are linked in the exchanges of data. ഏകദേശം 200ഓളം രാജ്യങ്ങൾ തമ്മിൽ ഇതിൻ്റെ ഡാറ്റകളെ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ന്യൂസ്, ഡാറ്റ, അതായത് വിവരങ്ങൾ, അതുപോലെ ന്യൂസ്, ഒപ്പീനിയൻസ് ത്രൂ ദി ഇൻ്റർനെറ്റ്, ഇതെല്ലാം എന്തിലൂടെ കൈമാറിക്കൊണ്ടിരിക്കുന്നുണ്ട്? ഇൻ്റർനെറ്റിലൂടെയാണ് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആളുകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് കാര്യം വേണമെങ്കിലും സംസാരിക്കാം, കണ്ടുകൊണ്ട് സംസാരിക്കാം അല്ലേ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, വീഡിയോസ് ഷെയർ ചെയ്യാം, അങ്ങനെ ഇമെയിൽസ് ഷെയർ ചെയ്യാം, എല്ലാം ചെയ്യാനുള്ള ഫെസിലിറ്റി നമുക്ക് തന്നിട്ടുള്ളത് ആരാണ്? ഇൻ്റർനെറ്റാണ് അല്ലേ? അപ്പോൾ ഇൻ്റർനെറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവർ ലൈഫ് അല്ലേ? വിത്തൗട്ട് ഇൻ്റർനെറ്റ് വി കനോട്ട് തിങ്ക് അബൌട്ട് ദാറ്റ് ലൈഫ്. ഓക്കെ, ആൻഡ് this helps us to access information of any computer on any computer. Let us learn more about the internet. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ഇൻ്റർനെറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു കമ്പ്യൂട്ടറാണ്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് നെറ്റ്വർക്കാണ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് ആർപ്പാനെറ്റ് ഓർ ആർപ്പനെറ്റ്. PANET, ARPANET, ARPANET. Okay, was the first computer network introduced by US Defense Department in 1969. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? യുഎസിലെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. US ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏതാണ് ഇയർ? 1969 US ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതുപോലൊരു നെറ്റ്വർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലേ? ഫോർ their own needs they introduced നെറ്റ്വർക്ക് അല്ലേ? അവരുടെ സൈന്യങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. ദാറ്റ് ഈസ് ARPANET. Okay, nowadays it expanded and used by all the countries. Okay, അപ്പോൾ യുഎസ്എയിലെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ആർമി, നേവി, എയർഫോഴ്സ്, ഈ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം അല്ലേ? അപ്പോൾ അവർക്ക് അവരുടേതായ മെസ്സേജുകൾ കൈമാറാനും 1969 അല്ലേ മെസ്സേജുകൾ വാറൊക്കെയുള്ള സമയത്താകുമ്പോൾ അവർക്ക്, അതായത് എസ്പെഷ്യലി സെക്കൻഡ് വേൾഡ് വാർ, അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? മെസ്സേജസ് കൈമാറാനും അവരുടെ വെപ്പൺസൊക്കെ സൂക്ഷിച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ നെറ്റ്വർക്കിലൂടെ.
ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? USA ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് 1969 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇതിനാണ് നമ്മൾ അർപ്പനെറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇന്റർനെറ്റിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? There are so many uses of internet. Okay, which are they? The uses of internet has grown in the modern world. Today, internet is used for different purposes depending upon the requirements. It became an important part of our life. Here are some uses of the internet. അപ്പോൾ നമുക്ക് nowadays നമ്മളെ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അവർ ലൈഫ് അല്ലേ. നമുക്കൊരു ഫ്രണ്ടാണ്, നമ്മുടെ ഫ്രണ്ടാണ്, നമ്മുടെ വീട്ടിലെ ഒരു അംഗമാണ് അല്ലേ. ഇൻ്റർനെറ്റ് ഇല്ലാതെ നമ്മൾ ഫോൺ ഉപയോഗിക്കാനേ കഴിയില്ല അല്ലേ. കാരണം എല്ലാ മെസ്സേജുകളും കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നടക്കുന്നത് ഇൻ്റർനെറ്റിലൂടെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇറ്റ് ഈസ് എ ഫ്രണ്ട്, ഇറ്റ് ഈസ് എ റിയൽ ഫ്രണ്ട്, ഇറ്റ് ഈസ് എ മെമ്പർ ഇൻ അവർ ഫാമിലി. അപ്പോൾ വിത്തൗട്ട് ഇൻ്റർനെറ്റ് വി കനോട്ട് ലീവ്, വി കനോട്ട് തിങ്ക് അബൌട്ട് ദാറ്റ് ലൈഫ് ഇല്ലേ. ഓക്കെ, ആൻഡ് നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്താണെന്ന് നോക്കാം. വി ക്യാൻ ഗെറ്റ് ഇൻഫർമേഷൻ ഓൺ എനി ടോപ്പിക് ഓഫ് എഡ്യൂക്കേഷൻ. ഫസ്റ്റ് മെയിൻ ടോപ്പിക്, അതായത് മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ വി ക്യാൻ ഗെറ്റ് എനി ടോപ്പിക് അല്ലേ. ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് എന്തിനെ കുറിച്ച് ചോദിച്ചാലും ഇൻഫർമേഷൻസ് തരും. ഇതാണ് ഒന്നാമത്തെ കാര്യം. എന്തൊരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചാലും ആർക്ക് ഉത്തരം തരാൻ കഴിയും? ഇന്റർനെറ്റിലൂടെ ഉത്തരം നമുക്ക് ലഭിക്കും. ഓക്കെ, then next we can communicate with others through emails and other internet communication applications. We can communicate with others. We can communicate with others through emails and other internet കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷൻസ്. അപ്പോൾ നമുക്ക് ഇമെയിൽസിലൂടെ മാത്രമല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. ഇമെയിൽസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സംവിധാനമായിരുന്നു കുറച്ച് മുമ്പ് വരെ അല്ലേ. അപ്പോൾ ഇമെയിൽസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇമെയിൽസ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓൺ ദി സ്പോട്ടിൽ ആൾക്ക് റിസീവർക്ക് അത് കിട്ടും അല്ലേ. നമ്മൾ ആർക്കാണോ അയച്ച ആൾക്ക് അത് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും? ദെൻ അഗെയിൻ at that time itself we get the result or reply. അപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? റിസൾട്ടും കിട്ടും അല്ലെങ്കിൽ റിപ്ലൈ കിട്ടും. പക്ഷേ nowadays there is so many communication applications അല്ലേ. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൂടെ ഒരുപാട് ചാറ്റിംഗ് ഫെസിലിറ്റീസും സൗകര്യങ്ങളും കൂടുതലാണ്. അപ്പോൾ വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ് ത്രൂ ഇമെയിൽസ് ആൻഡ് അതർ ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷൻസ്. ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ദെൻ വി ക്യാൻ ബൈ പ്രോഡക്ട്സ് യൂസിങ് ഇൻ്റർനെറ്റ്. പ്രോഡക്ട്സ് വാങ്ങിക്കാം, അതായത് ഓൺലൈൻ ഷോപ്പിംഗ്. മറ്റൊന്ന് ഓൺലൈൻ ഷോപ്പിംഗ്. ദെൻ വി ക്യാൻ യൂസ് ഇൻ്റർനെറ്റ് ഫോർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ലൈക്ക് പേ ബിൽസ്, ബുക്ക് ടിക്കറ്റ്സ് എക്സെട്ര. ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാം, ബിൽസ് പേ ചെയ്യാം. ഇതെല്ലാം മറ്റൊരു ഫെസിലിറ്റിയാണ്. ദെൻ വി ക്യാൻ യൂസ് ഇൻ്റർനെറ്റ് ഫോർ അവർ എൻ്റർടൈൻമെൻറ്റ്സ് ലൈക്ക് പ്ലേയിങ് ഗെയിംസ്, മൂവീസ്, സ്പോർട്സ് എക്സെട്ര. പിന്നെ ഗെയിംസിന് അല്ലേ, മൂവീസ്, ഫിലിംസ് എല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ മാത്രമല്ല കാണാനും സൗകര്യം ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇൻ്റർനെറ്റിൻ്റെ ഗുണങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് give information or data about any of the topic under topic on earth. ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരും മറുപടി തരും? ഗൂഗിളിനോട് ചോദിച്ചാൽ മതി, ഗൂഗിൾ നമുക്ക് മറുപടി തരും അല്ലേ. അപ്പോൾ ഇറ്റ് ഗിവ് ഇൻഫർമേഷൻ അബൌട്ട് എനി ടോപ്പിക്. ദെൻ സെക്കൻഡ് വൺ എന്താണ്? വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് ആരുമായിട്ട് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള എത്ര ദൂരെയുള്ള ആളായാലും അറ്റ് എനി ടൈം വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഇൻ്റർനെറ്റ്. ദെൻ ഓൺലൈൻ ഷോപ്പിംഗ്, വി ക്യാൻ ബൈ പ്രോഡക്ട്സ്
ആൻഡ് സെൽ പ്രോഡക്ട്സ് അല്ലേ, സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും നമ്മൾ ഓൺലൈനാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴിയാണ് ഇപ്പോൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. Then we can use internet for financial transactions. പിന്നെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, ബില്ലുകൾ പേ ചെയ്യാം അല്ലേ, അതുപോലെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാനൊക്കെ നമ്മൾ ഇൻ്റർനെറ്റിലൂടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തേർഡ് വൺ ഷോപ്പിംഗ് ഫെസിലിറ്റി, അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ്. Then fourth, transactions. Then we can use internet for financial transactions. Adana transactions. Okay, we can use internet for entertainments like adupole next entertainment nu vendittu nammal use cheyinde entertainment. For our planes, for our happiness, for our enjoyments, we use for our entertainments. We use internet by downloading videos, audios, movies, etc. and games also. ഇതാണ് ഇത്രയാണ് നമ്മുടെ ഇന്റർനെറ്റിന്റെ യൂസ്, മെയിൻ യൂസ് എന്ന് പറയുന്നത്, മെയിൻ യൂസ്. ഓക്കെ, ആൻഡ് then internet service provider. Who is the internet service provider? There is the provider for internet. Only then we could get internet like this. Okay, internet provide ചെയ്യുന്ന ഒരാളുണ്ട്, ആ ആൾ നമുക്ക് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇന്റർനെറ്റ് ഇതുപോലെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ മൊബൈലാണെങ്കിലും ഏത് ഡിവൈസ് ആണെങ്കിലും ആ ഡിവൈസിലേക്ക് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയെയാണ് നമ്മൾ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആളെയാണ് നമ്മുടെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റർനെറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് ഐഡിയ ഉണ്ടാവും, BSNL ഉണ്ടാവും, ജിയോ ഉണ്ടാവും അല്ലേ, അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നവർ നമ്മൾ എന്ത് പറയും? ISP, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. എന്താ പറയുക? ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഓർ ISP. എന്താണ്? ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. അപ്പോൾ ISP, only with the help of this ISP we got internet. ISP ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇന്റർനെറ്റ് ലഭിക്കുന്നത്. ഓക്കെ, you need an internet connection to use internet. ഇന്റർനെറ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷൻ വേണം അല്ലേ. ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഓർ ISP is a company that provides internet access to the users. അപ്പോൾ ആരാണ് ഇന്റർനെറ്റ് തരുന്നത്? ISP. ഓക്കെ, ISP provides internet. Some popular Indian ISPs are BSNL, Jio, BSNL, Airtel, etc. അപ്പോൾ ചില പോപ്പുലർ ആയിട്ടുള്ള ISPകളാണ് BSNL, Jio, Airtel തുടങ്ങിയവ. Then next, World Wide Web, WWW. WWW എന്ന് കേട്ടിട്ടുണ്ടോ എല്ലാവരും? എന്താണ് ഇതിന്റെ ഫുൾ ഫോം? ആണ് വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബ്, ലോകത്താകമാനം പന്തലിച്ച് കിടക്കുന്ന ഒരു വെബ്. വെബ് മീൻസ് വല അല്ലേ. അപ്പോൾ ലോകമാകമാനം പടർന്നു കിടക്കുന്ന ഒരു വല പോലെയാണ് നമ്മുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് വേൾഡ് വൈഡ് വെബ്. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഇന്റർകണക്റ്റഡ് പേജസ് that contain text, pictures, audio and movies. ഇന്റർകണക്റ്റഡ് പേജുകളാണ് ഇന്റർനെറ്റ്. അതായത് ഒരു ഡിവൈസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, എല്ലാ ഡിവൈസിലേക്കും അതെന്ത് ചെയ്യും? പാസ് ചെയ്യാൻ പറ്റുന്ന കണക്റ്റഡ് ആയിട്ടുള്ള ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ഡാറ്റകളാണ് ഇന്റർനെറ്റിലൂടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻ മില്യൺസ് ഓഫ് വെബ്സൈറ്റ്സ് വിത്ത് ഇന്റർലിങ്ക്ഡ് ഡോക്യുമെന്റ്സ് ഓർ ഇൻഫർമേഷൻ. A website name begins with the www.
അപ്പോൾ www എന്നുള്ള ഈ വേർഡ്സ് വെച്ചിട്ടാണ് ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ www നമ്മുടെ സ്കൂൾ അല്ലേ mdi.com ഇത് നമ്മുടെ വെബ്സൈറ്റാണ്. ഓക്കെ, www.mdi.com. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമുക്ക് കാണാൻ പറ്റുക? There are so many pages, so many interconnected pages. ഇന്റർകണക്റ്റഡ് പേജ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ നമുക്കൊരു സ്പെഷ്യൽ ലിങ്ക് ഉണ്ടാവും. ഒരു ലിങ്ക് മാത്രമല്ല, ഒരുപാട് ലിങ്കുകളുടെ കൂട്ടമാണ് ആ പേജിൽ ഉണ്ടാവുക. ആ ഓരോ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് പേജിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഓരോ പേജിൽ നിന്നും നമ്മൾ മൂവ് ചെയ്യുന്നത് നെക്സ്റ്റ് പേജുകളിലേക്കാണ്. അപ്പോൾ ഈ പേജുകളെല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് വെബ്സൈറ്റ് അല്ലേ? വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ്. വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ്. വെബ് പേജുകളുടെ ഒരു കൂട്ടമാണ് വെബ്സൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ആ ഒരു വെബ്സൈറ്റ് ആ ഒരു പേജിൽ മാത്രമല്ല നിൽക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് പോകും. അവിടുന്ന് വേറെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഒരു പേജിലേക്ക് പോകും. അങ്ങനെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളതിൽ എന്ത് ചെയ്യണം? പുറത്തേക്ക് വരണമെങ്കിൽ കുറേ പലതിലേക്ക് ബാക്ക് അടിച്ചിട്ട് വരണം. അപ്പോൾ ഈ പേജുകളെല്ലാം എന്താണ്? ഇന്റർകണക്റ്റഡ് ആണ്. All these pages are interconnected or interrelated, and these pages are together formed the website. Okay, അപ്പോൾ ഈ വെബ്സൈറ്റ് നമ്മൾ ഇങ്ങനെ ഈ ഒരു പേരോട് കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. www. നമ്മൾ എന്താണ് നമ്മുടെ വെബ്സൈറ്റിന് പേര് കൊടുക്കുന്നത്? ആ പേര് .com. ഓക്കെ, അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇതുപോലെ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള മറ്റൊരു വെബ് ബ്രൗസിംഗ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് എഡ്ജ്. ആൻഡ് മൈക്രോസോഫ്റ്റ് എഡ്ജ് ഈസ് എ വെബ് ബ്രൗസിംഗ് സോഫ്റ്റ്വെയർ ഫോർ യൂസിങ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രൗസിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഡെവലപ്പ് ചെയ്തിട്ടുള്ള മൈക്രോസോഫ്റ്റ് കോർപ്പറേഷനാണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എഡ്ജ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡബിൾ ക്ലിക്ക് ഓൺ ദി ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഐക്കൺ. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എഡ്ജ് ഓപ്പൺ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടണിൽ മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മൈക്രോസോഫ്റ്റ് എഡ്ജ് നമ്മൾ സാധാരണ ബ്രൗസിംഗ് സോഫ്റ്റ്വെയറിനെ പോലെ തന്നെ അഡ്രസ് ബാറും ന്യൂസ് ഫീഡ്സ് ഒക്കെ ഉള്ള ഒരു ബ്രൗസിംഗ് സോഫ്റ്റ്വെയർ തന്നെയാണ് കേട്ടോ എഡ്ജ്. ദെൻ മൈക്രോസോഫ്റ്റ് വിൻഡോസ് 10ൻ്റെ ഒരു പ്രോഡക്റ്റാണ് എഡ്ജ് കേട്ടോ. ദെൻ ഹൗ ക്യാൻ വി സെർച്ച് ഇൻ ഇൻ്റർനെറ്റ്? നമ്മൾ എങ്ങനെയാണ് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യാം? സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ഇൻ്റർനെറ്റ് ഓൺ ചെയ്യണം. അതിനുശേഷം സെർച്ച് ബോക്സ് വേണം അല്ലേ? സെർച്ച് ബാർ വേണം. അത് നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസിംഗ് സോഫ്റ്റ്വെയറിൽ ക്ലിക്ക് ചെയ്യും അല്ലേ? ദാറ്റ് ഈസ് ഒന്നുകിൽ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, ഏതെങ്കിലും ഒരു വെബ് ബ്രൗസിംഗ് സോഫ്റ്റ്വെയറിൽ പ്രവേശിക്കുക. അഡ്രസ് ബാറിൽ സെർച്ച് എഞ്ചിനിൽ കൊടുക്കുക അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ, ഗൂഗിൾ ക്രോമിലാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ അപ്പോൾ സെർച്ച് ബോക്സിൽ ഫ്ലവറാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇമേജസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സീ സോ മെനി ഇമേജസ് ഓഫ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിൻ്റെ കുറേ ഇമേജസ് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇഫ് യു നീഡ് ടു സേവ് ദാറ്റ് ഇമേജ്, നിങ്ങൾക്ക് ഇമേജിനെ സേവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ഓൺ ദാറ്റ് പിക്ചർ അല്ലേ? അതിൽ വെച്ചിട്ട് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടണിൽ സേവ് ആസ് ഇമേജ് എന്നുള്ള സേവ് ഇമേജ് ആസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ സേവ് ഇമേജ് ആസ് ഓപ്ഷനിൽ സേവ് ആസ് ഡയലോഗ് ബോക്സ് വരും. അവിടെ നിങ്ങൾക്ക് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫ്ലവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ജസ്റ്റ് റൈറ്റ് ബട്ടൺ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ദെൻ വെബ് ബ്രൗസർ. ബ്രൗസർ ഈസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ്ഡ് ടു ഓപ്പൺ വെബ്സൈറ്റ്. വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ബ്രൗസർ. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് യു ടു വ്യൂ വെബ് പേജസ് കണ്ടെയ്നിങ്. വെബ് പേജുകൾ കാണാനും ഇൻ്റർനെറ്റിലേക്ക് പ്രവേശിക്കാനും തന്നെയാണ് വെബ്
വെബ് ബ്രൗസേഴ്സ് യൂസ് ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റ് എഡ്ജ് തന്നെയാണ് ഒരു വെബ് ബ്രൗസർ. അതുപോലെ ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, ഒപ്പേര, ഇതെല്ലാം മറ്റ് വെബ് ബ്രൗസേഴ്സാണ്. ഓക്കെ, ആൻഡ് ഓൾ ഓഫ് യു റീഡ് ദിസ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇൻ്റർനെറ്റ്. ഓരോ ടേംസും നന്നായിട്ട് മനസ്സിലാക്കുക. ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നതിനും ടേംസും അതിൻ്റെ ഫുൾ ഫോംസും all of you want to study very well. And now we want to conclude our class today. Thank you.